വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായിട്ട് തന്നു. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങൾ. അതിനകത്ത് നമുക്ക് നമ്മുടെ അവകാശമെന്ന് പറയാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവിക ദാനങ്ങളെ ദൈവമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ദൈവവിളി കേട്ട ദൈവജനമായ ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും നമുക്ക് ഈ നിലയിൽ ദൈവവചനം പഠിക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ദൈവവിളിയെക്കുറിച്ചും ആ ദൈവവിളി കേട്ടവർ എങ്ങനെ പരസ്പരം സ്നേഹിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവവേദൻ എങ്ങനെ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം എന്നതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതം ഒരു മാതൃകാ ജീവിതമായിരിക്കണം. കാരണം നമ്മൾ ദൈവമക്കൾ, നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളും ഈ ലോകത്തിൽ നമ്മൾ പരദേശികളുമാണ്. അപ്പോൾ നമ്മുടെ ആ സ്വർഗീയ നാടിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്കായിരിക്കണം. അത് വളരെ മാതൃകാപരമായിരിക്കണം. നമുക്കറിയാം, സ്വർഗത്തിലെ ജീവന്റെ മാതൃകയെ നമുക്ക് കാട്ടിത്തന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് എല്ലാത്തിലും മാതൃക തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പത്രോസ്ലിയ 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, നിങ്ങളെ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ കാൽ ചുവടുകളെ പിൻപറ്റുവാൻ അവിടുന്ന് നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്ന മാതൃക, കർത്താവ് തന്ന മാതൃകയാണ് നാം പിൻപറ്റേണ്ടത്. അത് അതിശ്രേഷ്ഠമായൊരു കാര്യമല്ലേ. അനേക ഉപദേഷ്ടാക്കന്മാർ ഉപദേശിക്കുമെങ്കിലും അവരുടെ ജീവിതം ഒരു മാതൃകയല്ല. എന്നാൽ കർത്താവിൻ്റെ ജീവിതം കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് എല്ലാ നിലയിലും ഒരു മാതൃകയാണ്. അവിടുത്തെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവിടുന്ന് നമുക്കൊരു മാതൃക തന്നിട്ട് പോയിരിക്കുക. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ മാതൃകയെ പിൻപറ്റുന്നുണ്ടോ? കർത്താവ് കാണിച്ച ആ മാതൃക, അതേ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. നമ്മൾ ഇന്ന് അനേക വിഷയങ്ങളിൽ ജനങ്ങൾ അനുകരിക്കാറുണ്ട്, ഹീറോകളെ അനുകരിക്കാറുണ്ട്. അതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കണം. എങ്ങനെ ആരെ അനുകരിക്കണം? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിക്കാൻ ആർക്ക് കഴിയുക? ദൈവമക്കൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ നമ്മളിന്ന് ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, കാരണം ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരും ദൈവത്തിൻ്റെ മക്കളുമാണ്. വലിയവനായ സർവത്തിൻ്റെയും ഉടയവനായ സൃഷ്ടാവായ ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവി കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. നമുക്ക് ഈ കർത്താവിനെ അനുകരിപ്പാൻ കഴിയുമോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഫേസ്യർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാണ്, പ്രിയ മക്കൾ എന്ന പോലെ. അപ്പോൾ ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്, ദൈവത്തിന് കൊച്ചുമക്കളില്ല. അപ്പോൾ പ്രിയ മക്കൾ എന്ന പോലെ നാം ദൈവത്തെ അനുകരിക്കണം. ദൈവത്തെ അനുകരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നമുക്ക് മാതൃക തന്നിട്ടുണ്ട്. ആ മാതൃകയെ പിൻപറ്റി ജീവിച്ചയാളാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. എത്ര നല്ല ഒരു
ഒരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ പ്രബോധനമാണ്. അപ്പോൾ താൻ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി എന്ന് പൗലോസിലേക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിഞ്ഞു. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. പ്രിയമുള്ളവരെ, ഇത് ഓരോ ദൈവവേദയിലും പറയാനായിട്ട് പ്രാഗൽഭ്യം പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നുണ്ടോ? നമുക്കറിയാം, കൊരിന്ത് സഭ അവരെ രക്ഷയിലേക്ക് നടത്തിയത് പൗലോസ്ലീഹായ. അതുകൊണ്ടാണ് അവരോട് പറയുമ്പോഴത്തേക്കും നമ്മൾ അതേ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിലെ 15-16 വാക്യം, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആകയാൽ നോക്കണം. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കർത്താവിലേക്ക് നടത്തുന്നുവെങ്കിൽ അവർക്ക് നാം ഒരു നല്ല മാതൃകയായി തീരണം. അതുകൊണ്ട് ഇവിടെ വിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച കൊരിന്ത്യ സഭയിലെ അംഗങ്ങളോട് പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ എൻ്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം അനുകരണീയമായ മാതൃക കാണിച്ചിട്ടാണ് പൗലോസ്ലീഹയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര നല്ല കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ കർത്താവിന് വേണ്ടി വിളിച്ച് വേദനിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആത്മാക്കളെ കർത്താവിലൂടെ, അല്ലെങ്കിൽ കർത്താവ് നമ്മിലൂടെ പ്രവർത്തിച്ച് അതിന് സാധിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിലെ ഉപയോഗങ്ങളൊരു പാത്രമായി നമ്മൾ തീരുന്നുവെങ്കിൽ ഓരോ വിശുദ്ധന്മാർക്കും ഇത് പറയാൻ കഴിയണം. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു നല്ല മാതൃകയായിരിക്കണം. എല്ലാറ്റിലും മാതൃക കൊടുക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. നമുക്കറിയാം, നമ്മൾ അതേ പൗലോസ് ഫിലിപ്പർക്ക് എഴുതുമ്പോൾ ഫിലിപ്പ് ലേഖനത്തിൽ എടുത്തു പറയുന്ന, ഫിലിപ്പിനോട് പറയുന്ന ഒരു കാര്യം, ഫിലിപ്പ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. കണ്ടോ? അപ്പോൾ പൗലോസ്ലീഹ മാത്രമല്ല, അന്ന് പിടിക്കപ്പെട്ട, വേദനിക്കപ്പെട്ട ദൈവജനത്തിൽ അനേകരും കർത്താവിനെ അനുഗമിക്കുന്നവരായിരുന്നു, കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നവരായിരുന്നു, നല്ല മാതൃകാ ജീവിതം നയിക്കുന്നവരായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ ഇങ്ങനെ ക്രിസ്തുവിലുള്ള മാതൃകാപരമായി ജീവിക്കുന്നവരെ നടപ്പിനെ കുറിക്കൊള്ളണം. അതിനെ അവർ കണ്ട് ഗ്രഹിച്ച് അവരും അങ്ങനെ ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ ഇവിടെ ഫിലിപ്പിയ സഭയോടും പ്രോത്സാഹിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുവാൻ എത്ര വലിയ പ്രാഗൽഭ്യമാണെന്ന് നോക്കണേ. കാരണം താൻ കർത്താവിൻ്റെ കാൽ ചുവടുകളെ പിൻപറ്റി. തനിക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് പൗലോസ്ലീഹയ്ക്ക് എന്ത് വില കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് അനേകരും വില കൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ്ലീഹ പറയുന്ന കാര്യം എത്ര നല്ലതാണ്. അതേ ഫിലിപ്പിനോട് പൗലോസ്ലീഹ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യം അവിടെ വായിക്കുന്നത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. കണ്ടോ? 4 കാര്യങ്ങൾ എടുത്തു പറയുക. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമല്ലേ? പൗലോസിൽ നിന്നും പഠിച്ചവർ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്, അവർ ഗ്രഹിച്ചത്, അതനുസരിച്ച് പ്രവർത്തിക്കണം. അത്രമാത്രം ഒരു നല്ല ജീവിതം, മാതൃകാപരമായ ജീവിതം പൗലോസ്ലീഹയ്ക്ക് അവിടെ മുമ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞു. അതിനേക്കാളും ഗഹനമായിട്ടാണ് തന്നോടുകൂടെ അധികം സഹവാസം ചെയ്യുകയും യാത്ര ചെയ്യുകയും ചെയ്ത തിമോത്തിയോസിനോട് പറയുമ്പോൾ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം
അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം വായിക്കുമ്പോൾ, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പോൾ തിമോത്തിയോസിനോട് പറയുമ്പോൾ, തിമോത്തിയോസ് ഇതിലെല്ലാം അധികമായിട്ട് എത്രമാത്രം ജാഗരൂകനായിരിക്കണം. കാരണം തന്നോട് കൂടെ അനേക മിഷണറി യാത്രയിൽ കൂടെ ഇരിക്കുകയും പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിലൂടെ ഉപദേശങ്ങൾ കേൾക്കുവാൻ ധാരാളം ഇടയായി. പൗലോസിന്റെ ജീവിതത്തിന്റെ നടപ്പ്, അതിന്റെ ഉദ്ദേശം, അവന്റെ വിശ്വാസം, അവന്റെ ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, മാത്രമല്ല അനേക നിലയിലുള്ള ഉപദ്രവം, കഷ്ടത, ഇവയെല്ലാം തിമോത്തിയോസ് കണ്ടറിഞ്ഞു, കൂടെ നടന്ന് കണ്ടറിഞ്ഞു. ഇത് ഒരു കേൾവിയാലുള്ള അറിവ് മാത്രമല്ല, കൂടെ നടന്ന് കണ്ടറിഞ്ഞു. എത്ര ശ്രേഷ്ഠമാ പ്രിയമുള്ളവരെ! ഒരു വിശുദ്ധന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇതിലധികം എന്താ വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത് സുവിശേഷത്തോടൊപ്പം തന്നെ ഒരു മാതൃകാ ജീവിതമാണ്. കർത്താവിനെ പിൻപറ്റുന്നു എന്ന് വെളിപ്പെടുത്തിയുള്ള നമ്മുടെ ജീവിതം, അത് വളരെ ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, തെസ്സലോനിക്ക സഭയെക്കുറിച്ച് താൻ എഴുതുമ്പോൾ അവരെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യം ഞാൻ വായിക്കാം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നോക്കണം, അപ്പോൾ അനുകാരികളാണെങ്കിൽ എന്ത് വേണം? വചനം അനുസരിക്കണം. വചനം അനുസരിക്കുവാനായിട്ട് എന്ത് വേണം? ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നോക്കണേ അതിൻ്റെ ആ സ്റ്റെപ്പുകൾ. ഇന്ന് കഷ്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാ പലരും ശ്രമിക്കുന്നത്. ഇവിടെ തെസ്സലോനിക്ക സഭ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. നോക്കണം, ദൈവത്തിന്റെ വചനം അത് ദൈവവചനമായി തന്നെ അവർ കൈക്കൊണ്ടു. ഇന്ന് അനേകം വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അത് ദൈവവചനമാണ്, ദൈവം എന്നോട് സംസാരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധ്യം പോലും പലർക്കും ഇല്ല. അതുകൊണ്ട് അവരിൽ ആ വചനം പ്രവർത്തിക്കുന്നില്ല. നമ്മൾ അല്പസമയം വചനം കേട്ടിട്ട് ആ വചനത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടില്ല എങ്കിൽ നമ്മളതിനെ ദൈവവചനമായിട്ട് കേട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നീണ്ട പ്രസംഗം കേൾക്കണമെന്ന് നിർബന്ധമില്ല, കേൾക്കുന്നത് നല്ലതാണ്. എന്നാൽ അല്പസമയം പോലും നമ്മൾ വചനം കേട്ടിട്ട് ആ വചന കേൾവി നമ്മളിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ നമ്മളതിനെ ദൈവവചനമായിട്ട് കേട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതേ കാര്യത്തിൽ ഈ വചന കേൾവിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യം 1 തെസ്സലോനിക്കർ 2:13 പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? ആ വചനം അവരിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേൾക്കേണ്ടതല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ വചനം കേട്ടപ്പോൾ പൊട്ടിക്കരയാറുണ്ട്. കാരണം വചനം കേൾക്കുമ്പോൾ നമ്മളോട് കൃത്യമായി ദൈവം സംസാരിക്കുക. അവിടെ മാനസാന്തരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറഞ്ഞു കാണും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ വേണ്ടിയിട്ട് പല ആലോചനകൾ ദൈവം പറഞ്ഞു കാണും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവം ബോധം വരുത്തി കാണും. ഇവിടെയെല്ലാം നമുക്കൊരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വെറുതെ കഥ കേൾക്കുന്നത് പോലെയാണോ വചനം കേൾക്കുന്നത്? ഓരോ പ്രാവശ്യം നമ്മൾ വചനം കേൾക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും ആ വചന പഠനം കഴിയുമ്പോൾ, ആ വചന കേൾവി കഴിയുമ്പോൾ നമുക്ക് എന്ത് മാറ്റം ഉണ്ടായി?
മാറ്റമുണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ദൈവവചനത്തെ ദൈവവചനമായി കണ്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുറവുകളെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറവുകളുള്ളപ്പോൾ നമ്മൾ ഉടനെ നികത്തിയല്ലേ, ഉടനെ തിരുത്തിയല്ലേ? കണ്ണാടി വന്ന് തിരുത്തുമോ? അല്ല, നമ്മളാ തിരുത്തണ്ടേ. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴും ദൈവം നമുക്ക് ബോധ്യം വരുത്തുന്നവയെ നമ്മൾ തിരുത്തണം. അതുകൊണ്ട് തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ നോട്ട് ബുക്കും പേനയൊക്കെ ആയിട്ടിരിക്കുന്നത് എത്ര നല്ലതാണ്. കാരണം ദൈവം നിശ്ചയമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള, നമ്മൾ നേടേണ്ടതായിട്ടുള്ള അനേക കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർപ്പിച്ച് ഉണർത്താറുണ്ട്. അവയെല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇത് ചെയ്യേണ്ടതാണെന്ന് ഓർപ്പിക്കുമ്പോൾ നമ്മൾ അനുസരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് യാക്കോബ് 1:22 പറയുന്നത്. നമ്മൾ ചെയ്യുന്നവരായിരിക്കണം പ്രിയമുള്ളവരെ. അപ്പം ഇവിടെ തെസ്സലോനിക്ക സഭ അവർ বহু കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിലും ആത്മാവിലുള്ള സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതുകൊണ്ട് അവരുടെ അവസ്ഥ 7-ാം വാക്യം 1 തെസ്സലോനിക്കർ 1:7, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. കണ്ടോ? മാതൃകയായി തീർന്ന ഒരു മാതൃകാ സഭ. എനിക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നാസിക് സഭ ഒരു മാതൃകാ സഭയാണ്. ഞങ്ങളുടെ മധ്യത്തിൽ അനേകർ കേരളത്തിൽ നിന്നൊക്കെ വന്ന് കണ്ടപ്പോൾ ഒരിക്കൽ കർത്താവിൻ്റെ പ്രിയദാസി അന്നകണ്ഠത്തിൽ തൻ്റെ കൂടെ ചില ദേവദാസന്മാരുമായിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് പാർത്തപ്പോൾ അവർ പറഞ്ഞ ഒരു വലിയ സാക്ഷ്യം, ഞാൻ ലോകത്തിൽ അനേകയിടങ്ങളിൽ പോയിട്ടുണ്ട്, എന്നാൽ നാസിക് സഭയെ പോലെ ഇത്രമാത്രം ദൈവത്തിൻ്റെ ആ വചനാനുസരണം പോകുന്ന ഒരു സഭ കണ്ടിട്ടില്ലെന്നാണ്. അവർ രണ്ടാമത് വന്നപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ദേവദാസന്മാരെ കൊണ്ടുവന്നു അവരിത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നടക്കുന്ന ആ ആത്മീയമായിരിക്കുന്ന സന്തോഷം, പ്രത്യാശ, ക്രിസ്തുവിനുള്ള ജീവിതം, അത് ഞാനൊരു പ്രശംസയെ പറയുകയല്ല, ദൈവകൃപയാൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയുക. അതുപോലെ കാനോച്ചൻ തൻ്റെ കൂടെ ഒരു പാസ്റ്ററുമായിട്ട് വന്നപ്പോൾ ഈ കാര്യം എടുത്തു പറയുകയുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൂടി വരുന്ന സഭ ഒരു യഥാർത്ഥത്തിൽ ഒരു മാതൃകാ സഭയാണോ? മറ്റുള്ളവർക്ക് അനേക കാര്യങ്ങൾ കൂട്ടായ്മയിൽ വരുമ്പോൾ കണ്ട് പഠിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇവിടെ തെസ്സലോനിക്ക സഭ മറ്റനേകർക്ക്, അവർ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്നാണ്. അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുമെന്നാണ് അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ സാരം, പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം മാതൃകയായിരിക്കണം. അപ്പോൾ ഈ മാതൃക കൊടുക്കുവാൻ, അനുകരിക്കേണ്ട ഒരു മാതൃക കൊടുക്കുവാൻ പൗലോസ്ലീഹ ചെയ്ത ഒരു വലിയ കാര്യം, താൻ വളരെ അധ്വാനിപ്പാനിടയായി. നമ്മൾ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം വായിക്കുമ്പോൾ, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നു. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. നോക്കണം, മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുവാൻ കർത്താവിൻ്റെ വേല വളരെ കഠിനാധ്വാനത്തോടെ ചെയ്ത് അവർ വേല ചെയ്തു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ താൻ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നോക്കണേ പ്രിയമുള്ളവരെ, അപ്പോൾ ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് അനേകരും
കർത്താവിൻ്റെ വേലയെന്നും പറഞ്ഞ് വെറുതെ തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രം നടക്കുന്നുണ്ട്. എത്ര ദുഃഖകരമാണ്. അനേക തിക്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് ഇവിടെ വിളമ്പുന്നില്ല. എന്നാൽ പലരും അവർ കർത്താവിൻ്റെ വേല ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സുഖജീവിതം വേണ്ടി മാത്രം ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നാം അങ്ങനെയാണോ? നമുക്ക് യഥാർത്ഥമായിട്ടും മറ്റുള്ളവരെ ഭാരപ്പെടുത്താതെ നമുക്ക് കർത്താവിൻ്റെ വേല സ്വയം അധ്വാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിൽ 41 വർഷങ്ങളായിട്ട് ഈ കർത്താവിൻ്റെ വേല ഈ നിലയിൽ ചെയ്തു പോരുന്നുണ്ട്. ഇന്ന് വരെയും ആരുടെ അടുക്കലും ഏതെങ്കിലും നിലയിലൊരു സഹായം ചോദിച്ച് കൈനീട്ടേണ്ടി വന്നിട്ടില്ല. കർത്താവ് അതിനെ സമ്മതിച്ചിട്ടുമില്ല. അല്ല, അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെത്രമാത്രം എല്ലാ കാര്യങ്ങളിലും നമ്മളെത്രമാത്രം മാതൃക കൊടുക്കുവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു മാതൃകാ ജീവിതം നയിച്ചുകൊണ്ട് വേണം നമുക്ക് മറ്റുള്ളവരെയും കർത്താവിൽ പ്രോത്സാഹിപ്പിക്കുവാൻ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ മൂപ്പന്മാരെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 33-34 ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ച് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ അവിടെയും താൻ പറയുന്നത് താൻ വളരെ അധ്വാനത്തോട് കർത്താവിൻ്റെ വേല ചെയ്തെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ഏതെല്ലാം നിലയിൽ മഹത്വപ്പെടുത്താൻ കഴിയും? നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരാതെ മറ്റുള്ളവർക്ക് എല്ലാ നിലയിലും മാതൃക കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ കൃപയാൽ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന നാസിക്കിൽ ദൈവമക്കളിൽ അനേകരും കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരുമാണ്. അതുകൊണ്ട് യാതൊരു നിലയിലും കർത്താവ് മറ്റാരുടെയും മുൻപിൽ കൈനീട്ടാതെ വേല ഭംഗിയായി നടത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു കുടുംബം പോലെ എല്ലാവരും പരസ്പര സഹകരണത്തിൽ മറ്റുള്ളവരെ കരുതുന്നവരാണ്. ഇത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ സ്ത്രീക മറ്റുള്ളവർക്ക് എല്ലാ നിലയിലും മാതൃക കൊടുക്കുവാനായിട്ട് ആരെയും ഒന്നിനും ഭാരപ്പെടുത്താതെ സ്വയം അങ്ങനെയുള്ള ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കഠിനാധ്വാനിയായിട്ട് കർത്താവിന് വേല ചെയ്തു. എത്ര നല്ല മാതൃക നമുക്ക് എടുക്കേണ്ട നല്ല മാതൃകയാണ്. അപ്പോൾ മാത്രമല്ല ഒരു സ്ത്രീക എബ്രായ ലേഖനം താനാണ് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ 13-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പോൾ നമ്മൾ അനുകരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കർത്താവിനെ അനുകരിക്കണം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ നമുക്ക് തന്ന മാതൃകയെ നമ്മൾ അനുകരിക്കണം. ഇവിടെ നമ്മളെ നടത്തുന്നവർ, നമ്മളെ വചനം അഭ്യസിപ്പിക്കുന്നവർ, അവരെ നമ്മൾ എല്ലാ നിലയിലും അവരെ അനുസരിക്കുക, അല്ലെങ്കിൽ അവരെ അനുധാവനം ചെയ്യുക, പിൻപറ്റുക എന്നുള്ള ഒരു പ്രബോധനമാണ്. എന്നിട്ട് അതേ എബ്രായർ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ എങ്ങനെയായിത്തീരുന്നേ? മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേകരും മന്ദത. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഇതിൽ മന്ദതയുള്ളവരാണോ? നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? എരിവുള്ളവരായിരിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. അതല്ലേ
സഭയിൽ നല്ല ഉത്സാഹികളായിട്ടുള്ള കുറച്ചു പേരുണ്ടെങ്കിൽ മന്ദതയുള്ളവർ അല്ലെങ്കിൽ മടിയന്മാർക്കൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതം അതെ വളരെ മറ്റുള്ളവർക്കൂടെ പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കണം. നമ്മൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുന്നേ മടി, ആലസ്യപ്പൻ അത് പാടില്ല. ഉത്സാഹികളായിരിക്കണം. നമ്മൾ റോമർ 12:11 വായിക്കുന്നുണ്ട്, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. നമുക്ക് വളരെ തീഷ്ണതയുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം എല്ലാ നിലയിലും ഒരു മാതൃകയായിരിക്കണം. അപ്പം പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ അവനോട് പറയുന്നതിൽ 5 കൂട്ടം കാര്യങ്ങളിൽ നീ മാതൃകയായിരിക്കണം എന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എത്ര നല്ല കാര്യമാണ്. നമ്മൾ ഏതെല്ലാം നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഇതൊക്കെ ഓരോ ശബ്ദങ്ങളും എടുത്ത് നമുക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാൻ പറ്റി. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ യൗവനക്കാരനായ തിമോഥെയോസിനോട് പറയാണ്, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നീ ഒരു മാതൃകയായിരിക്കണം. മറ്റുള്ളവർക്ക് നീ ഒരു പ്രോത്സാഹനമായിരിക്കണം. മാത്രമല്ല തീത്തോസിനോട് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രയോഗം കർത്താവിന്റെ ദാസൻ പറയുന്നുണ്ട്. തീത്തോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉണ്ടോ? അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കൊണ്ടൊരു തിന്മയും പറയാനിടയാകാതെ അവർ ലജ്ജിക്കേണ്ടതിന് എന്ത് ചെയ്യണം? സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. എന്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഈ നിലയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാണോ, ഒരു പ്രോത്സാഹനമാണോ? കൃപയാൽ അനേകർ നമ്മുടെ ജീവിതത്തിലൂടെ പ്രഭാവിതരായി തീർന്നിട്ടുണ്ട്. എനിക്കതിനെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് എനിക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അവര് കർത്താവിൽ വളരുവാൻ, കർത്താവിലേക്ക് വരുവാൻ പോലും കൃപയാൽ ഏഴയുടെ ജീവിതം മറ്റനേർക്ക് പ്രോത്സാഹനമായി തീർന്നിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇന്ന് മറ്റുള്ളവർക്കൊരു മാതൃകയാണോ, ഒരു പ്രോത്സാഹനമാണോ? ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുന്നുണ്ടോ? ഇത് നമ്മൾ പരിശോധിക്കുന്നത് എത്ര നല്ലതാണ്. വളരെ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയുണ്ട് പിന്നെ എന്താ കൂട്ടായ്മ ചിലർക്ക് വിട്ടുപോകുന്നേ? അയ്യോ, അത് എന്റെ കാര്യം മാത്രമല്ലല്ലോ. കർത്താവിനോട് കൂടെ നടന്നവർ വിട്ടുപോയില്ലേ? ശിഷ്യന്മാര് പോലും പോയില്ലേ? പൗലോസിന്റെ കൂടെ നടന്നവരെല്ലാം വിട്ടുപോയില്ലേ? ആശയക്കാരെല്ലാവരും എന്നെ വിട്ടുപോയെന്നല്ലേ പറഞ്ഞേ? ഈ ദൈവമക്കളെ, അങ്ങനെ കർത്താവിന് ആ അനുഭവം ഉണ്ടെങ്കിൽ, പൗലോസിലേക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരായ, ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയ ദൈവദാസന്മാർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും. അതൊരു വലിയ പ്രത്യേക കാര്യമൊന്നുമല്ല. അതിലൊന്നും നമുക്ക് ദുഃഖിച്ച് നിരാശരാകേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് തന്നവർ മാത്രമേ അവസാനത്തോളം കൂടെ നിൽക്കൂ. അതൊരു വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ വിട്ടുപോകുകയൊക്കെ ചെയ്തെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ദുഃഖിതരാകേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഇതിനു മുന്നമേ പോയ കർത്താവിൻ്റെയും കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അത് ഈ തലമുറയിലും അത് ഉണ്ടാകും. അതുണ്ട്. അത് നമ്മൾക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ നമ്മുടെ ജീവിതം, നമുക്ക് നമ്മുടെ മനസാക്ഷി എന്ത് സാക്ഷ്യം പറയുന്നു, ആത്മാവിൽ നമുക്ക് എന്ത് സാക്ഷ്യം കിട്ടുന്നു, ഇത് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ എല്ലാറ്റിലും, എല്ലാ നിലയിലും മറ്റുള്ളവർക്കൊരു മാതൃകയായി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഈ വചന കേൾവിയാൽ കേട്ട എല്ലാവർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശ്വസിച്ചും ഈ സന്ദേശം ഇവിടെ ചുരുക്കുന്നു. കർത്താവിനെല്ലാം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.